എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായ മറ്റൊരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിശകലനം ചെയ്യുന്നത് അനിഴ നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുഫലത്തെ പറ്റിയാണ്. ശനിയുടെ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം. ആ നക്ഷത്രത്തിൽ ജനിച്ചവർ വൃശ്ചികൻ രാശിയിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കുന്ന കാലഘട്ടമാണ്. അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, എന്ത് വലിയ പ്രതിസന്ധി വന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാൻ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് എന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾക്കുണ്ടായ തടസ്സങ്ങൾക്കും മാനസികമായ വിഷമതകൾക്കും ഒക്കെ ഈ വിഷുക്കാലം മുതൽ വലിയ മാറ്റമൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ കരിയറിലെ പുതിയ അവസരങ്ങളെ പോലെ സ്വന്തമായിട്ടൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും ദോഷപരിഹാരങ്ങൾ എന്താണെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം കരിയർ എങ്ങനെ പോകും എന്ന് നോക്കാം. ശനിയുടെ നക്ഷത്രമായ അനിഴത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായി സ്ഥിരതയും വിജയവും ഒക്കെ നൽകുന്ന ഒരു വർഷമാണ്. കർമ്മരംഗത്ത് നിങ്ങളുടെ സ്വാധീനമൊക്കെ വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ നിങ്ങളുടെ കഴിവിനൊത്ത അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും ചുമതലയൊക്കെ നിങ്ങളെ തേടി വരുന്നതുമാണ്. ആഗ്രഹിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമായ തസ്തികയിലോട്ടോ ഒക്കെ മാറ്റം ലഭിക്കാനും ഈ വർഷം സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വർഷം അനുകൂലമായ കാലമാണ്. പുതിയ തൊഴിലിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കുകയും വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ഒക്കെ ചെയ്യുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കർമ്മരംഗത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാകുമെങ്കിലും സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പരുഷമായ വാക്കുകളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്കൊക്കെ ഉള്ള ഒരു ശ്രദ്ധ കുറയാൻ കാരണമായേക്കാം. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ്സുകാർക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടൊക്കെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ നികത്താനും ബിസിനസ്സിൽ നിന്ന് മികച്ച ലാഭമൊക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ പുതിയ പാർട്ട്ണറെയൊക്കെ കണ്ടെത്താനും ഈ സമയത്ത് കഴിയുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അതുപോലെ ഇൻഷുറൻസ്, അതുപോലെ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി വരാൻ പോകുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു ആശ്വാസത്തിൻ്റെ കാലമാണ് എന്ന് പറയാം. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് മോചനമൊക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ജോലിയിൽ നിന്നുള്ള വരുമാനത്തിനൊക്കെ പുറമേ നിങ്ങളുടെ പഴയ എന്തെങ്കിലും നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് ലഭിക്കുകയോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലോട്ടറി മുഖാന്തരമൊക്കെ അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. വീട് പണിയൊക്കെ തടസ്സപ്പെട്ടൊക്കെ കിടക്കുന്നവരാണെങ്കിൽ അവർക്കത് പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ ഒരു തറക്കല്ലിടാനോ ഒക്കെ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ ഭൂമിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അത് നടക്കുന്നതാണ്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് കുറച്ച് ഭൂമി മേടിക്കുക, അതിലൊരു ഗ്രഹം പണിയുക. അനിഴ നക്ഷത്രക്കാർക്ക് ഈ വർഷം അത് സാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും ചിലവിൻ്റെ കാര്യത്തിലും കുറവ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ചിലവും ഉണ്ടാകും. അതുകൊണ്ട് വരവും ചിലവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്കൊക്കെ പണം കടം കൊടുക്കാനോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കാനോ പോകരുത്. അനിഴ നക്ഷത്രക്കാരുടെ ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം വൈകാരികമായ വലിയൊരു മാറ്റത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു അടുപ്പത്തിനും ഒക്കെ വഴിതെളിയുന്നൊരു വർഷമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെയുള്ള ബന്ധം ഈ സമയത്ത് കൂടുതൽ ശക്തമൊക്കെ ആകുന്നതാണ്. വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ്. വിവാഹത്തിനൊക്കെ തടസ്സമായി നിന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ്. ഈ വിഷുവിന് ശേഷം കുടുംബത്തിലെ സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും യാത്രകളൊക്കെ നടത്താനും ഈ വർഷം അവസരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തികമായോ അല്ലെങ്കിൽ അല്ലാതെയുള്ള വലിയ സഹായങ്ങളൊക്കെ ഈ വർഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. അനിഴ നക്ഷത്രക്കാർ പൊതുവെ മിതഭാഷികളാണെങ്കിലും
ചില സമയങ്ങളിൽ ദേഷ്യം വന്നാൽ അതവർക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. കുടുംബത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴോ ഒക്കെ ക്ഷമയോടെ വേണം അത് കൈകാര്യം ചെയ്യാൻ. അതുപോലെ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ സൂക്ഷിച്ചുപയോഗിക്കുക. ഇതൊക്കെ കുടുംബ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 വിഷുക്കാലം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിന് അർഹമായ ഒരു ഫലം ലഭിക്കുന്ന സമയമാണ് എന്ന് പറയാം. സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ ഒക്കെ പഠിക്കുന്ന അനിഴ നക്ഷത്രക്കാർക്ക് മികച്ച ഗ്രേഡുകളൊക്കെ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. പ്രവേശന പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായ സമയമാണ്. പ്രവേശന പരീക്ഷയിലൊക്കെ പാസ്സാകാനൊക്കെ സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിനായിട്ട് മികച്ച സ്ഥാപനങ്ങളിലൊക്കെ പ്രവേശനം ലഭിക്കാനും വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള വിസ നടപടികളൊക്കെ വേഗത്തിലാകാനും ഈ വർഷം യോഗമുണ്ട്. അതുപോലെ ടെക്നിക്കൽ മേഖല, റിസർച്ച് എന്നീ മേഖലയിലൊക്കെ ഉള്ളവർക്ക് നല്ല കാലം തന്നെയാണ്. ഇനി അനിഴ നക്ഷത്രക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അനിഴ നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ശനിയുടെ നക്ഷത്രമായതുകൊണ്ട് തന്നെ അസ്ഥി സംബന്ധമായ വേദനകളോ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനോ അല്ലെങ്കിൽ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധ വേണം. അതുപോലെ മാനസികമായിട്ടുള്ള തളർച്ച, ജോലിഭാരം മൂലവും കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ മൂലമൊക്കെയുള്ള മാനസികമായ ഒരു തളർച്ചയൊക്കെ മാറാൻ ധ്യാനവും പ്രാണായാമവും ഒക്കെ ശീലിക്കുന്നത് നന്നായിരിക്കും. അത് മനസ്സിനൊക്കെ ഒരു കരുത്ത് നൽകുന്നതാണ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അതുപോലെ ദൂരെ യാത്രകളൊക്കെ നടത്തുമ്പോൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള യാത്രയിലൊക്കെ വാഹനമൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അല്പം ജാഗ്രത പുലർത്തി പോവുക. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 പൊതുവെ ശുഭകരമായ ഒരു വർഷമാണ്. എങ്കിലും ശനിയുടെ നക്ഷത്രമായതുകൊണ്ട് ചില തടസ്സങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറാനും നിങ്ങൾക്ക് മനഃശാന്തിയൊക്കെ ലഭിക്കാനും ഇനി പറയുന്ന ലളിതമായ പരിഹാര മാർഗ്ഗങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് അയ്യപ്പ ഭജനമാണ്. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടൊക്കെ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അവശതയൊക്കെ അനുഭവിക്കുന്നവർക്കോ വസ്ത്രമോ അല്ലെങ്കിൽ ഭക്ഷണം പൊതിയോ ഒക്കെ നൽകുന്നത് വലിയ പുണ്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ കർമ്മഫലങ്ങളെയൊക്കെ ലഘൂകരിക്കുന്നതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷുക്കാലം ജീവിതത്തിൽ കരിയറിലെ ഉയർച്ചയും സ്വന്തം വീട് എന്ന സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തടസ്സങ്ങളൊക്കെ വരുമ്പോൾ തളരാതെയൊക്കെ ദൈവവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോവുക. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.